ഈ ശബരിമല സീസണിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പോകാൻ പറ്റാത്ത ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ നെയ്ത്തേങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിലെ തേങ്ങാവെള്ളമൊക്കെ കളയുന്ന തിരക്കുകളിലൊക്കെയാണ്. ചേട്ടനാണെങ്കിൽ കരിക്കിൻ്റെ മുകളിലത്തെ ചകിരിയെല്ലാം ചിരണ്ടി കളയുന്ന തിരക്കുകളിലൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ നമ്മളൊരു 11 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. നമ്മുടെ വീട് പത്തനംതിട്ട ജില്ലയിൽ വയ്യാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് അവിടുന്ന് ഏകദേശം ശബരിമലയ്ക്ക് ദൂരം വരുന്നത് 45 കിലോമീറ്ററാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ യാത്ര മാത്രമാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോകാറുള്ളത് സീതത്തോട് റോഡാണ്. പക്ഷേ അതവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ കാടൊക്കെ ആയതുകൊണ്ട് ആനയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പുതുക്കട ലാഹ അങ്ങനത്തെ റൂട്ട് കയറിയിട്ടാണ് നമ്മൾ പോയത്. അതെല്ലാം നമ്മൾ ഈ കാഴ്ചയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അങ്ങനെ നമ്മൾ വാഹനമൊക്കെ അലങ്കരിച്ച് നമ്മുടെ മുകളിലുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. അമ്മ ഇവിടുത്തെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇരുമുടിയൊക്കെ നിറച്ച് നമ്മൾ അവിടുന്ന് തിരിച്ച് യാത്ര പോവുകയാണ് ശബരിമലയിലേക്ക്. നമ്മളങ്ങനെ ശരണം വിളിയൊക്കെ വിളിച്ചുകൊണ്ട് വണ്ടിയുടെ പുറകിൽ ചെറിയ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മളിങ്ങനെ ലാഹ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല പാതയാണ്. നോക്കിയാൽ അറിയാൻ സാധിക്കും ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പൊതുവെ അങ്ങോട്ട് പോകുന്ന സമയത്ത് വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ. പക്ഷേ വരുന്ന വണ്ടികൾ ഒരുപാട് കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ ആ റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ കൊടൈക്കനാലൊക്കെ പോകുന്ന പോലത്തെ തണുപ്പായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മിക്കവാറും എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടി പോയതായിട്ട് തോന്നുന്നുണ്ടാവാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ ഒരു ആദ്യത്തെ ഹെയർ പിൻ വളവൊക്കെ കയറി നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ശബരിമലയുടെ കുറച്ച് ചരിത്രം ഒന്ന് കേട്ട് നോക്കിയാലോ. പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന ക്ഷേത്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം അഥവാ ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല. ഏകദേശം 3 കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ നിന്ന് സന്ദർശിക്കുന്നത്. ഹരിഹരപുത്രനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ അടുത്ത പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്ന പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു. ഉപദേവതകളായ ആദിമൂല ഗണപതി, മഹാദേവൻ, വലിയ കടത്തുസ്വാമി, കൊച്ചു കടത്തുസ്വാമി, കറുപ്പുസ്വാമി, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം സന്നിധികളുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആങ്ങമൂഴിയിൽ നിന്നും അതേപോലെ ലാഹയിൽ നിന്നും വരുന്ന മധ്യ ഒരു സ്ഥലമുണ്ട്. അതായത് പ്ലാപ്പള്ളി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നേരെ ശബരിമല. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ 11:30 ആയി കെട്ടൊക്കെ നിറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമ്മൾ അവിടെ നിന്നൊരു ഏകദേശം 1 മണിക്ക് മുൻപായിട്ട് തന്നെ പമ്പയിൽ എത്തുകയും അവിടുന്ന് നമ്മൾ പിന്നീട് പെട്ടെന്ന് തന്നെ മല കയറുകയാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, വീഡിയോയിൽ കാണാൻ പറ്റും. ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പുമാണ്. വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലുമായിരുന്നു നമ്മൾ പോയ സമയം. മിക്കവാറും അവധി ദിവസം ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുമെന്ന് വിചാരിച്ചിട്ട് ആരും വരാഞ്ഞതായിരിക്കും. പക്ഷേ നമ്മൾ സുഖമായിട്ട് കയറി തൊഴാനും എല്ലാം കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചതെന്നുള്ളത് വലിയൊരു ഈശ്വരാനുഗ്രഹം തന്നെയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ നിലയ്ക്കലിലേക്ക് കയറുന്ന എൻട്രി എത്തിയിരിക്കുകയാണ്. നിലയ്ക്കലിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ശബരിമലയിലേക്കുള്ള ദൂരം വരുന്നത്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഗ്രൂഡിക്കൽ ഫോറസ്റ്റ് റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നിലയ്ക്കൽ എന്ന് പറയുന്നത്. പ്രസിദ്ധ ശബരിമല ക്ഷേത്രം നിലയ്ക്കലിന് 23 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ശബരിമലയിലേക്കുള്ള യാത്രയിലെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് നിലയ്ക്കൽ. നിബിഡ വനങ്ങളും റബ്ബർ തോട്ടങ്ങളുമായി ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് ജനസംഖ്യ താരതമ്യേന വളരെ കുറവുമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ മാത്രമാണ് ശബരിമലയ്ക്ക് വരുന്നത്.
ഇനി അങ്ങോട്ട് ചെറിയ ഇറക്കവും വളവും തിരിവും ഒക്കെയാണ്. നമ്മൾ ശബരിമല പാത ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് തന്നെയാണ് അവിടെ ഉള്ളത്. നമുക്ക് അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ സുഗമം തന്നെയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു അടിയന്തര ആവശ്യം വരികയാണെങ്കിൽ ആംബുലൻസ് സർവീസോ ഫയർഫോഴ്സോ അതേപോലെ തന്നെ യാത്രയ്ക്ക് അയ്യപ്പ ഭക്തരെ എത്തിക്കാനായിട്ടുള്ള KSRTC ചെയിൻ സർവീസ് എല്ലാ ബസ്സും ഫുള്ളായിട്ട് മാത്രമേ പോവുള്ളൂ. അവിടെ തിരിച്ച് അതും നിർത്തിക്കൊണ്ട് ആളിനെ പോകില്ല. എല്ലാത്തിലും സീറ്റ് ഫുള്ളായതിനു ശേഷം മാത്രമേ പോകുള്ളൂ. അതിന് മാത്രമുള്ള ബസ്സും ആ ലെങ്തിനുള്ള ബസ്സുകൾ മാത്രമാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ചെറിയ വണ്ടികളൊന്നുമില്ല, എല്ലാം വലിയ ബസ്സുകളാണ്. അപ്പോൾ അങ്ങനെ ചെയിൻ സർവീസും അവിടെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടുന്നുള്ള സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഗമമായി യാത്ര ചെയ്യാനും സുഗമമായ രീതിയിൽ തന്നെ കണ്ട് ദർശനം നടത്തി തിരിച്ചു വരാനും സാധിക്കുന്ന തരത്തിൽ അവർ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വളരെ വൃത്തിയായിട്ട് തന്നെ പരിസരം എല്ലാം സൂക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പമ്പയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ വാഹനം പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചുള്ള യാത്രയായിരുന്നു. കുറച്ച് ദൂരത്തേക്ക് പോയിട്ട് ബൈക്കൊക്കെ നമ്മൾ കാറുകൾക്കിടയിലൊക്കെ തന്നെയാണ് പാർക്ക് ചെയ്തത്. നമ്മളങ്ങനെ കുറച്ച് പോയതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലം കിട്ടി. നമ്മൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ പമ്പയിലേക്ക് പോയി. പമ്പ നദിയിൽ നമ്മൾ കുളിക്കുന്നില്ല. പമ്പ നദിയിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളം എടുത്തും ദേഹത്ത് കുടയുകയേ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ട് പമ്പ നദിയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നു. ആ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ശബരിമലയുടെ എല്ലാ ഭാഗങ്ങളും ശരണവിളികളാൽ മുഖരിതമാകുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുക. ശരണം വിളികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പ്രദേശം മുഴുവനും. അങ്ങനെ നമ്മൾ പമ്പയിലെത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഇവിടെ. നമ്മളങ്ങനെ ആദ്യത്തെ നടപ്പന്തലിൽ കൂടി കയറി അങ്ങോട്ട് പോവുകയാണ്. എത്രമാത്രം വീഡിയോയിൽ പകർത്താൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഉള്ളതൊക്കെ നമ്മൾ പകർത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള പടികൾ നമ്മൾ കയറാൻ പോവുകയാണ്. ശരണയ്യപ്പ നമ്മൾ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തില്ല, അതുകൊണ്ട് താഴെ പോയിട്ട് വെർച്വൽ ക്യൂ എടുക്കാനായിട്ട് പോവാണ്. അതില്ലാണ്ട് കയറ്റി വിടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കയറി വന്നിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. അങ്ങനെ വെർച്വൽ ക്യൂ കിട്ടി. നമ്മളിവിടുന്ന് വീണ്ടും തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ വെർച്വൽ ക്യൂ എടുത്തു. തിരിച്ച് നമ്മൾ ക്യൂവിലൂടെ കയറാൻ പോവാണ്. ശരണം. നമ്മളങ്ങനെ നീലിമലയിലേക്ക് കയറാൻ പോവാണ്. ശരണയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പോ സ്വാമിയേ.
നടന്ന് തളർന്ന് ഇവിടുന്ന് ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് നമ്മൾ വീണ്ടും കയറുവാണ്. ഭഗവതിയെ ഭഗവാനെ ദേവിയെ സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചുമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിക്കാം. ഇഷ്ടവഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചുമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അപ്പാച്ചുമേട്ടിൽ ഉണ്ട വഴിപാട് സമർപ്പിച്ചു പോകാം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പാച്ചുമേട്ടിൽ ഇത്തവണ പോയ സമയത്ത് സൗജന്യ കുടിവെള്ളവും അതേപോലെ ബിസ്ക്കറ്റ് വിതരണവും എല്ലാ വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കടകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതൊക്കെ വാങ്ങി കഴിച്ച് പതിയെ നമ്മൾ നടന്നു പോയതുകൊണ്ട് തന്നെ യാത്രാവേളകളെല്ലാം ആയാസകരം തന്നെയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മൾ നടന്ന് കയറിപ്പോയി സുഖമായിട്ട് അയ്യപ്പനെ കണ്ട് ദർശനം നടത്താൻ സാധിച്ചെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. అగ్రహారం నుంచి అయ్యప్ప భగవంతుడు దివ్య దర్శనం చేత వచ్చిన రూప గోలోక స్వామి రమణమ్మ మాత ഇങ്ങനെ ചെറിയ രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അവരോട് വീഡിയോ എടുത്ത് ചിലപ്പോൾ വൈറലായാലെന്നൊക്കെ പറഞ്ഞു. നമുക്കെല്ലാം അറിയില്ല നമ്മളെ വൈറലാവുന്നില്ല. മഴയാണ്. മഴയത്ത് മഴ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്നതാണ് ശബരിമല. അതിനെയും ചുറ്റിക്കറങ്ങി പോകണം. അവിടെ നല്ല ബഹളം കേൾക്കാം, പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. നമ്മൾ സന്നിധാനത്ത് എത്താറായിരിക്കുകയാണ്. ഇനിയാണ് ക്യൂ. അയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ. ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് സന്നിധാനത്ത് നടപ്പന്തലിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓരോ ക്യൂ അവരെ ഒഴിവാക്കി വിടുന്തോറും നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അയ്യപ്പനെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്നുള്ളൊരു ആകാംക്ഷയും ആ ഒരു പോസിറ്റീവ് എനർജിയിലാണ് നമ്മളവിടെ നിന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ക്യൂവും അവിടുന്ന് കയറ്റി വിട്ടു. നമ്മൾ ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി തിരിച്ചു വരാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള തത്വമസി അത് നീയാകുന്നു എന്ന മഹാവാക്യം ഈ ക്ഷേത്രത്തിന് മുൻപിലായി വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്.
ശബരിമല ദർശനം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നമുക്ക് ആ 18ാം പടിയുടെ മുകളിലേക്ക് ഫോണിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള കഠിനമായ ശിക്ഷകൾ അവർ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോണൊക്കെ വാങ്ങി വെക്കും. ഒരാളുടെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാഹസങ്ങൾക്കൊന്നും മുതിർന്നില്ല. നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്ന വഴി കുറച്ച് കയറിപ്പോയ സമയത്തുണ്ടായിരുന്ന കാലിൻ്റെ കുറച്ച് വേദനകളൊക്കെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതിയെ ആ വഴികളിൽ കൂടി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ചേട്ടൻ്റെ കാലിൽ മസിലൊക്കെ കയറി നമ്മൾ തോർത്തൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അയ്യപ്പനെ കണ്ട് നല്ല രീതിയിൽ ഇറങ്ങാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അയ്യപ്പൻ്റെ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ പോയിട്ടില്ലാത്ത ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. ഇതിനേക്കാളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് പലരും യാത്രകൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു അയ്യപ്പ ദർശനം ഈ രീതിയിലായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കുക.